ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ആശംസ പറയാനാണ്. ശനിയാഴ്ചയുടെ അന്ന് പ്രാഥമിക പരീക്ഷയുടെ 4ാം ഘട്ടം നടക്കുകയാണ്. ആ പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ആശംസ പറയുകയാണ്. പരീക്ഷയ്ക്ക് നേരത്തെ എത്തിച്ചേരണം, നെഗറ്റീവ് എഴുതരുത്, തീർച്ചയായിട്ടും ഉത്തരങ്ങൾ തിളങ്ങും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു ആശംസ പറയും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്യുകയാണ്. ഈ പ്രാഥമിക പരീക്ഷയുടെ 3ാം സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടില്ലായിരുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിനോടൊപ്പം ഇടുകയാണ്. അതിൻ്റെ ചോദ്യവും ഉത്തരവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ശനിയാഴ്ച ഇടുന്ന പരീക്ഷയ്ക്ക് പോകാൻ. പരീക്ഷ ഇല്ലാത്തവരും നോക്കണം. എത്രമാത്രം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാമോ അത്രമാത്രം നോളജ് വർദ്ധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഗൈഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇടുന്നത്. അതിന് IAS പഠിക്കുന്നവർ കാണണം. നോളജ് അങ്ങനെയാണ്, എല്ലാം കാണണം. ചിലർക്ക് അഹങ്കാരത്തോട് പറയും ഡിഗ്രി ലെവൽ ക്ലാസ് ഉണ്ടോ. ലാസ്റ്റ് ഗൈഡ് എഴുതിയാൽ ജയിക്കില്ല, LDC എഴുതിയാൽ ജയിക്കില്ല. ഡിഗ്രി ലെവൽ എഴുതുമ്പോഴത്തേക്ക് കിട്ടുന്നത് വളരെ കുറച്ച് മാർക്കായിരിക്കും. എന്നാലും അഹങ്കാരത്തോടെ ചോദിക്കും ഡിഗ്രി ലെവൽ ക്ലാസ് ഉണ്ടോ. അപ്പം ഞാൻ പറയില്ല, തൂപ്പ് ലെവലേ ഉള്ളൂ, അവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. ഓണം വരികയാണ്. ഓണാശംസ ഒക്കെ നമുക്ക് പിന്നീട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചക്രപാണി ക്ലാസ്സസ് 2.0 എല്ലാവർക്കും സ്വാഗതം. ഈയിടെ നടന്ന 10th പ്രിലിംസിൻ്റെ 4ാമത്തെ സ്റ്റേജിലെ 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 73/2026 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് C ആണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? പ്രേം നസീർ, മോഹൻലാൽ, G അരവിന്ദൻ, അടൂർ ഗോപാലകൃഷ്ണൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ്, മോഹൻലാൽ, അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. 1969 മുതലാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ദേവിക റാണി റോറിച്ച് ആണ്. ദേവിക റാണി റോറിച്ച്. മലയാളത്തിൽ നിന്ന് ഇതുവരെ 2 വ്യക്തികൾക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. ആദ്യത്തേതാണ് അടൂർ ഗോപാലകൃഷ്ണൻ, 2004. 2004 അടൂർ ഗോപാലകൃഷ്ണന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നത്. 2023 നടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടുന്നത്. 2023 പുരസ്കാരമാണ് 2025 സമ്മാനിച്ചത്. രണ്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBG റാംജി എന്നാണ്. ഇതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ C, വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ 2025. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് 2005 അതിന് പകരം നിലവിൽ വന്ന സംവിധാനമാണ് വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ 2025. MGNREGയിൽ 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിരുന്നു നൽകിയിരുന്നെങ്കിൽ VBG റാംജിയിൽ 125 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അതുപോലെ VBG റാംജി പ്രാബല്യത്തിൽ വന്നത് 2026 ജൂലൈ 1 മുതലാണ്. വേതനത്തിൽ കേന്ദ്ര സർക്കാർ വിഹിതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിൽ 60:40 എന്നാണ്. അതായത് 60% വേതനത്തിൻ്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകേണ്ടത്. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ വിഹിതം എന്ന് പറയുന്നത് 90:10. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% ഫണ്ടും അനുവദിക്കുന്നത് ആര് തന്നെയാണ്? കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അപ്പം VBG റാംജി വികസിത ഭാരത ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ 2025 പ്രാബല്യത്തിൽ വന്നത് 2026 ജൂലൈ 1. മൂന്നാമത്തെ ചോദ്യം, 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ C, R വൈരമുത്തു. R വൈരമുത്തു ആണ് 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവാണ് R വൈരമുത്തു. അതുപോലെ ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ്. തമിഴ്നാട്ടിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന 3ാമത്തെ വ്യക്തി കൂടിയാണ് R വൈരമുത്തു. മലയാളത്തിൽ നിന്ന് ഇതുവരെ എത്ര ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളാണുള്ളത്? 6 പേരാണുള്ളത്. അതൊന്ന് ഓടിച്ചു പറയാം. ആദ്യത്തത് 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. രണ്ടാമത്തെ മലയാളിയാണ് 1980 SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണമായ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്കാണ് കിട്ടുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക കൃതിക്കായിരുന്നു ആ പുരസ്കാരം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 1982 ഒരു പ്രത്യേക കൃതി എന്നത് മാറ്റി സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങിയത്. 1984 സമഗ്ര സംഭാവനയ്ക്ക് ആദ്യമായിട്ട്
ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നതാണ് തകഴി ശിവശങ്കരപിള്ള. 1965 ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക്, 1980 SK പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന കൃതിക്ക്, 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം നൽകി തുടങ്ങി. അങ്ങനെ 1984 തകഴി ശിവശങ്കരപിള്ളയ്ക്കാണ് സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അടുത്തത് 1995 MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ സമഗ്ര സംഭാവനയ്ക്കാണ് കിട്ടുന്നത്. MT വാസുദേവൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട നാടകമാണ് ഗോപുരനടയിൽ. ഗോപുരനടയിൽ എന്ന നാടകം രചിച്ചത് MT വാസുദേവൻ നായരാണ്. അടുത്തത് 2007 ONV കുറുപ്പ്. 2007 ജ്ഞാനപീഠം കിട്ടിയത് ONV കുറുപ്പ്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതി എഴുതിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം. അപ്പോൾ ആർ വൈരമുത്തു തമിഴ്നാട് സ്വദേശിയാണെന്ന് പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് ആർ വൈരമുത്തു. തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് 1975 അഖിലനാണ്. അഖിലൻ. എന്നാൽ 2002 തമിഴ്നാട്ടിൽ നിന്ന് രണ്ടാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന വ്യക്തിയാണ് 2002 ജയകാന്തൻ. മൂന്നാമത്തെ വ്യക്തിയാണ് 2025 60ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ആർ വൈരമുത്തു. നാലാമത്തെ ചോദ്യം. 2026 ദി ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരമേത്? ഉത്തരം ഓപ്ഷൻ എ ഡൽഹി. 2026 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് ഡൽഹി. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടിക്ക് 2026 വേദിയായത് ബാംഗ്ലൂരാണ്. AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ മക്കാർത്തി. AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോൺ മക്കാർത്തി. എന്നാൽ 2026 ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് മുംബൈ. 2026 ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ ഉച്ചകോടിക്ക് വേദിയായ നഗരമാണ് മുംബൈ. പിന്നെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു 2026 AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദിയായിരുന്നു ഡൽഹി. എന്നാൽ പ്രഥമ AI ഉച്ചകോടി നടന്നത് ബ്രിട്ടനിൽ വെച്ചിട്ടാണ്. ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്ക്. ബ്രിട്ടനിലെ ബ്ലെച്ച്ലി പാർക്കിൽ വെച്ചിട്ടാണ് പ്രഥമ AI ഉച്ചകോടി നടക്കുന്നത്. AIയുടെ പിതാവെന്നറിയപ്പെടുന്നത് ജോൺ മക്കാർത്തിയാണ്. കേരളത്തിൽ ഇപ്പോൾ AI വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടിയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ AI വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് മലപ്പുറം. അഞ്ചാമത്തെ ചോദ്യം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. മുത്തുകുട്ടി അതുപോലെ മുടിചൂടും പെരുമാൾ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹവുമായി പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് സമത്വ സമാജം 1836. അതുപോലെ വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയത്. സമപന്തി ഭോജനം അതുപോലെ സമത്വ സമാജം ഇതെല്ലാം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഊഴിയം വേല എന്ന നിർബന്ധിത വേല ചെയ്യിപ്പിക്കുന്നതിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. അതുപോലെ തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തിരുവിതാംകൂർ ഭരണാധികാരിയെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ നവോത്ഥാന നായകരിൽ ആദ്യത്തെ ആളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കൃതികളാണ്. ഒന്ന് അഖിലത്തിരുട്ട് അമ്മാനെ അതുപോലെ അരുൾനൂൽ അതുപോലെ അഖിലത്തിരുട്ട് അമ്മാനെ. ഇത് രണ്ടും വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികളാണെന്ന് ഓർക്കുക. ആറാമത്തെ ചോദ്യം. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത് പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്നു. ആ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തത് 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണുമാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രമാണ് ആനുകൂല്യം ലഭിക്കുന്നത്. അതും ശരിയാണ്. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഇതിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഇല്ല. ചോദ്യം 7. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് തിരഞ്ഞെടുക്കുക.
PM-ശ്രീ അതിൻ്റെ ഫുൾ ഫോമാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, അതാണ് PM-ശ്രീ എന്ന പദ്ധതിയുടെ പൂർണ്ണരൂപം. പ്രസ്താവനകൾ വായിക്കാം. ഒന്നാമത്തത്, പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. അത് ശരിയാണ്. രണ്ടാമത്തത്, PM-ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. അതും ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് PM-ശ്രീ. അത് ശരിയാണ്. മൂന്നാമത്തത്, 2023-ലാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. അത് തെറ്റാണ്. 2022-ലാണ് PM-ശ്രീ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുന്നത്. നാലാമത്തത്, പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തത്, പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM-ശ്രീ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. അതുപോലെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2026-ലെ പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, MT വാസുദേവൻ നായർ. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നയാണ്. രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് പത്മവിഭൂഷൺ. അതിന് തൊട്ട് താഴെയുള്ളതാണ് പത്മഭൂഷൺ. നാലാമത്തതാണ് പത്മശ്രീ. 2026-ല് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചവരുടെ പേരുകൾ പറയാം. 2026-ല് പത്മവിഭൂഷൺ ലഭിച്ചതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തതാണ് VS അച്യുതാനന്ദൻ. പത്മവിഭൂഷൺ ലഭിച്ചതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തതാണ് VS അച്യുതാനന്ദൻ, അതുപോലെ KT തോമസ്, അതുപോലെ P നാരായണൻ. ഈ 3 പേർക്കാണ് 2026-ല് പത്മ പുരസ്കാരത്തിൽ പത്മവിഭൂഷൺ ലഭിച്ചത്. VS അച്യുതാനന്ദൻ, അതുപോലെ KT തോമസ്. 2026-ല് പത്മവിഭൂഷൺ ലഭിച്ച 3 മലയാളികളാണ്. ഒന്ന് VS അച്യുതാനന്ദൻ, അതുപോലെ KT തോമസ്. KT തോമസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഓർമ്മക്കുറിപ്പാണ് സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് KT തോമസ് ആണ്. അതുപോലെ മൂന്നാമത്തെ വ്യക്തിയാണ് P നാരായണൻ. ഇനി ഏറ്റവും ഉയർന്ന 3ാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ ലഭിച്ചതിൽ 2 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തതാണ് സിനിമാ നടൻ മമ്മൂട്ടി, രണ്ടാമത്തത് വെള്ളാപ്പള്ളി നടേശൻ. 2026-ല് പത്മശ്രീ ലഭിച്ചതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തതാണ് കലാമണ്ഡലം വിമല മേനോൻ, രണ്ടാമത്തത് ഡോക്ടർ AE മുത്തുനായകം. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ AE മുത്തുനായകം, അതുപോലെ കൊല്ലാക്കയിൽ G ദേവകിയമ്മ. 9ാമത്തെ ചോദ്യം, ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സർവീസസ്. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീമാണ് സർവീസസ്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് സർവീസസ് 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായത്. ആസാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ആസാം. ആസാമിൻ്റെ പഴയ പേരാണ് കാമരൂപ എന്നറിയപ്പെട്ട സ്റ്റേറ്റാണ് ആസാം. ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അതുപോലെ കാസിരംഗ ദേശീയോദ്യാനം, അതുപോലെ മനാസ് ദേശീയോദ്യാനം, അതുപോലെ കാഞ്ചൻജംഗ ദേശീയോദ്യാനം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഇവിടെ ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു അഹോം രാജവംശം ഭരിച്ചിരുന്നത് ആസാമിലായിരുന്നു. അഹോം രാജവംശത്തിലെ രാജാക്കന്മാരുടെ ശവകുടീരങ്ങൾ അറിയപ്പെട്ട പേരാണ് മൊയ്തം എന്ന് പറയുന്നത് 43ാമത് യുനെസ്കോ സൈറ്റാണ്. അത് ആസാമിലാണെന്ന് ഓർക്കുക. ചോദ്യം 10, നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മാനുഷ്യ സോദരന്മാർ? ഇക്കാലത്ത് 20ാം നൂറ്റാണ്ടിലും ഇതു നീക്കാറായില്ലല്ലോ യോഗപ്പെണ്ണെ എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഉത്തരം ഓപ്ഷൻ സി, പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളാണ് ഇത്. പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളാണ്. ഒന്ന് ജാതിക്കുമ്മി, അതുപോലെ തിരുനാൾ കുമ്മി. ഇത് 2 രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണെന്ന് ഓർക്കുക. 11ാമത്തെ ചോദ്യം, ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതല്ല? ഉത്തരം ഓപ്ഷൻ എ, മരുസ്ഥലി, അതുപോലെ രാജസ്ഥാൻ ബാഗർ. 12ാമത്തെ ചോദ്യം, കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കോറമാൻഡൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗത്തെയാണ് കോറമാൻഡൽ തീരമെന്ന് പറയുന്നത്. ചോദ്യം 13, ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്യപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1923. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്യപ്പെട്ട വർഷം 1923. 1923 മറ്റൊരു പ്രത്യേകതയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് 1923 ജനുവരി 1-നാണ്.
സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് മോത്തിലാൽ നെഹ്റുവും അതുപോലെ CR ദാസും ചേർന്നിട്ടാണ്. CR ദാസിനെയാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്. എന്നാൽ ദീനബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. അപ്പം 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. 1923 മറ്റൊരു പ്രത്യേകതയാണ് 1923 INC സമ്മേളനം. അത് കാക്കിനാടയിൽ വെച്ചിട്ടാണ് നടന്നത്. കാക്കിനാട ആന്ധ്രാപ്രദേശിലാണ്. അവിടെയാണ് ഐത്തോച്ചാടന പ്രമേയം, TK മാധവന്റെ നേതൃത്വത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനമാണ് 1923 കാക്കിനാട INC കോൺഗ്രസ്. ചോദ്യം 14. ഭൗമ താപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. ചോദ്യം 15. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം അല്ലെങ്കിൽ ലവണ തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ സാംഭർ തടാകം. സാംഭർ തടാകം. ചോദ്യം 16. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. ഭിലായി സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതിന് സഹായിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. റഷ്യയാണ് സഹായിച്ചത്. ചോദ്യം 17. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 18. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത് വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത് സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതും ശരിയാണ്. മൂന്നാമത്തത് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ചോദ്യം 19. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം. ചോദ്യം 20. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി മുംബൈ CST. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനമാണ് മുംബൈ CST. ചോദ്യം 21. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഫസൽ അലി കമ്മീഷൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. നിയമിക്കുന്നത് 1953 റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1955. ഫസൽ അലി കമ്മീഷനിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ഫസൽ അലി. മറ്റൊരു വ്യക്തിയാണ് HN കുൻസ്രു. ഇനി ഫസൽ അലി കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് സർദാർ KM പണിക്കർ. ഫസൽ അലി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരികയും അതിൻ്റെ പിൻബലത്തോടെയാണ് 1956 നവംബർ 1 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അത് 7ാം ഭരണഘടനാ ഭേദഗതി 1956 ആണ്. ഈ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ചോദ്യം 22. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യ. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നതാണ് ഇന്ത്യ. ഓപ്ഷൻ ഡി ഇന്ത്യ. ചോദ്യം 23. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ഉടൻ തന്നെ ഫ്രഞ്ച് ഭരണത്തിലായിരുന്ന ഗോവ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു. അത് തെറ്റാണ്. രണ്ടാമത്തത് സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിനുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നില്ല. അത് തെറ്റാണ്. നാലാമത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം തന്നെ ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി മാറി. അതും തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഉള്ളത്. സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. ചോദ്യം 24. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ സി ആർട്ടിക്കിൾ 21.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിക്കുന്നത്. ആർട്ടിക്കിൾ 21 പറയുന്നത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. ഓപ്ഷനിൽ ഉള്ളതും കൂടെ വായിച്ചു പോകാം. ഒന്നാമത്തതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമവാഴ്ചയെക്കുറിച്ച് പറയുന്നത്. അതിൽ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ഇനി നിയമവാഴ്ച എന്ന ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അതുപോലെ ക്യാബിനറ്റ് സമ്പ്രദായം, പാർലമെന്ററി സമ്പ്രദായം, അതുപോലെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുടങ്ങിയ പദവികളെല്ലാം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പം നിയമവാഴ്ച എന്ന ആശയവും ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്തയാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നതാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 21 പറഞ്ഞു ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. നാലാമത്തതാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ചാണ്. അതുപോലെ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32നെയാണ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അതുപോലെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ അത് 226 പ്രകാരമാണ്. റിട്ട് എന്നാൽ എന്താണ്? മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് അവ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ടുകൾ 5 എണ്ണമാണ് ഉള്ളത്. ചോദ്യം 25. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ സി താമര. ചോദ്യം 26. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത്തത് 1954 പാകിസ്ഥാൻ പ്രധാന അംഗമായി US, സെൻറ്റോ എന്നീ സൈനിക സംഘടനകൾ രൂപീകരിച്ചപ്പോൾ ഇന്ത്യ US ബന്ധത്തിന് വലിയ തിരിച്ചടി നേരിട്ടു. ഇത് തെറ്റാണ്. രണ്ടാമത്തത് അമേരിക്കയുമായി സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാൻ സഹായിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യ ആരംഭിക്കുന്നു. അതും തെറ്റാണ്. മൂന്നാമത്തത് ശീതയുദ്ധ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ വിസമ്മതിച്ച നെഹ്റു ദേശീയ നയത്തിലും ബന്ധത്തിലും ഇന്ത്യക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ ചേരിചേരാ നയം സ്വീകരിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ D ആണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൽ ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. ചോദ്യം 27. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി രാംനാഥ് കോവിന്ദ്. ചോദ്യം 28. പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നമുക്കറിയാം 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ അഥവാ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. അതിൻ്റെ പൂർണ്ണരൂപമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. നീതി ആയോഗ് രൂപീകരിക്കുന്നത് 2015 ജനുവരി 1 അതിൻ്റെ ആദ്യത്തെയും നിലവിലത്തെയും അധ്യക്ഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ആദ്യത്തെയും നിലവിലത്തെയും അധ്യക്ഷനാണ് നരേന്ദ്രമോദി. എന്നാൽ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു അരവിന്ദ് പനഗരിയ. നിലവിലത്തെ ഉപാധ്യക്ഷനാണ് അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ നിലവിലത്തെ വൈസ് ചെയർമാൻ. ആദ്യത്തെ CEO ആണ് സിന്ധുശ്രീ ഖുള്ളർ. എന്നാൽ നിലവിലത്തെ CEO ആണ് അനുരാഗ് ജെയിൻ ആണ് നീതി ആയോഗിൻ്റെ നിലവിലത്തെ CEO. ചോദ്യം 29. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുക എന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഭൂദാന പ്രസ്ഥാനം. ചോദ്യം 30. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനും മുഹമ്മദ് അലി ജിന്നയും. ചോദ്യം 31. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? ഉത്തരം ഓപ്ഷൻ ഡി 1921. 1921 മറ്റൊരു പ്രത്യേകതയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത് 1921 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. ചോദ്യം 32. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ നേവി ബ്ലൂ. ചോദ്യം 33. SIR താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വോട്ടർ പട്ടിക. SIR അതിൻ്റെ പൂർണ്ണരൂപമാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ്
റിവിഷൻ എന്നതാണ് SIRന്റെ പൂർണ്ണരൂപം. അത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചോദ്യം 34. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ച ഡേറ്റ് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 2026 മെയ് 16. 2026 മെയ് 16 കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കുന്നത്. അതിൻ്റെ സ്ഥാപക നേതാവാണ് അഭിജിത്ത് ദീപ് കെ. ഇനി കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിക്കാനുള്ള സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ത്യയിലെ യുവാക്കളെ എന്ത് ചെയ്തു? കോക്രോച്ചുകളോട്, പാറ്റകളോട് ഉപമിച്ചു. അതിൽ പ്രതിഷേധിച്ചാണ് കോക്രോച്ച് ജനതാ പാർട്ടി 2026 മെയ് 16 അഭിജിത്ത് ദീപ് കെയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത്. ഈ ഇടയ്ക്ക് നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രക്ഷോഭത്തിലും കോക്രോച്ച് ജനതാ പാർട്ടി പങ്കെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്ന ഒരു വ്യക്തിയായിരുന്നു സോനം വാങ്ചുക്ക് ആണ് നിരാഹാരം കിടന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ പ്രക്ഷോഭങ്ങളുടെ ഫലമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. ഇപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രഹ്ലാദ് ജോഷി. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി എന്നും ഓർത്തിരിക്കുക. ചോദ്യം 35. 2026 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ചോദ്യം 36. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി രവീന്ദ്രനാഥ ടാഗോർ ആണ് അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്. ചോദ്യം 37. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി മയക്കുമരുന്ന്. ഓപ്പറേഷൻ തൂഫാൻ അതായത് ലഹരി മാഫിയകളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പും അതുപോലെ കേരള പോലീസും തമ്മിൽ സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ്. ഈ പദ്ധതിയുടെ പൂർണ്ണരൂപം എന്താണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്നാണ്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2026 ജൂൺ 2. ചോദ്യം 38. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആനന്ദമഠം. ചോദ്യം 39. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ശങ്കരാഭരണം. ചോദ്യം 40. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA മാരുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 11. ചോദ്യം 41. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് തിരിച്ചറിയുക? ഉത്തരം ഓപ്ഷൻ ബി ഷാനിമോൾ ഉസ്മാനാണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. മണ്ഡലം അരൂർ. ഇപ്പോഴത്തേത് 16ാം കേരള നിയമസഭയാണ്. എന്നാൽ ലോക്സഭ എത്രയെന്ന് ചോദിച്ചാൽ 18ാം ലോക്സഭയാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. എന്നാൽ ഓപ്ഷനിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ട്. അതാരാണ്? 16ാം കേരള നിയമസഭയുടെ സ്പീക്കറാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മണ്ഡലം കോട്ടയം. ചോദ്യം 42. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് തിരിച്ചറിയുക? ഉത്തരം ഓപ്ഷൻ സി റോജി എം ജോൺ. മണ്ഡലം അങ്കമാലി, എറണാകുളം ജില്ലയിലാണ്. വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസം. ചോദ്യം 43. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക? ഉത്തരം ഓപ്ഷൻ എ GV രാജ പുരസ്കാരം. ചോദ്യം 44. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത് നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. അത് തെറ്റാണ്. മൂന്നാമത്തത് ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിൻ്റെ ഏക ലയൺ സഫാരി പാർക്ക് പ്രവർത്തിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റുകൾ പറയാം. ഒന്നാമത്തത് വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1972. എന്നാൽ 1973 പ്രോജക്റ്റ് ടൈഗറിൻ്റെ വർഷം 1973. എന്നാൽ പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. ചോദ്യം 45. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ്. അത് തെറ്റാണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്താണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മാമാങ്കം നടക്കുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് കൊടുത്തിട്ടുള്ളത്. 46. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1976 ഫെബ്രുവരി 12
ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ടാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ചോദ്യം 47, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, പെരിയാർ നദിയുടെ തീരത്ത് ആറന്മുള, ചെങ്ങന്നൂർ, മാരാമൺ, എടത്വ തുടങ്ങിയ മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിൻ്റെ തീരത്താണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ചോദ്യം 48, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ, കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ചോദ്യം 49, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അരയ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് KP കറുപ്പൻ. ചോദ്യം 50, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, തിരുവനന്തപുരം. ഗ്രീൻ ഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ചോദ്യം 51, ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, സ്ത്രീ ധർമ്മ സമത്വ സമാജം സ്ഥാപിച്ചു. അത് തെറ്റാണ്. രണ്ടാമത്തേത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു വചനമായിരുന്നു. അത് ശരിയാണ്. മൂന്നാമത്തേത്, ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ചോദ്യം 52, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തേത്, സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിവർത്തന പ്രക്ഷോഭം 1932-ലാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിനു പകരം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തേത്, ഉത്തരവാദ ഭരണം നേടുന്നതിനായി പട്ടം താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യം 53, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തേത്, വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ നടന്ന കലാപമാണിത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തേത്, 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തൃശ്ശൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചുപൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണമടഞ്ഞു. അത് തെറ്റാണ്. മൂന്നാമത്തേത്, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചോദ്യം 54, കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പാക്കാൻ ശ്രമിച്ച പദ്ധതി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. ചോദ്യം 55, പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തേത്, 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം ഐത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. അത് ശരിയാണ്. രണ്ടാമത്തേത്, കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിനു മുന്നിലൂടെ ഉള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. അതും ശരിയാണ്. മൂന്നാമത്തേത്, സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. അത് തെറ്റാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയാണ് AG വേലായുധൻ. എന്നാൽ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നാണ്? പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് 1947 ഡിസംബർ 4-നാണ്. C കേശവനാണ് ഉദ്ഘാടനം ചെയ്തത്. ചോദ്യം 56, പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് പ്രാചീന മലയാളം. ചോദ്യം 57, അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തേത്, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അത് തെറ്റാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. രണ്ടാമത്തേത്, കല്ലുമാല സമരം സംഘടിപ്പിച്ചു. അത് ശരിയാണ്. വർഷം 1915. മൂന്നാമത്തേത്, സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വർഷം 1907. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്.
ചോദ്യം 58. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പേരിൽ നാടകം രചിച്ചു. അത് ശരിയാണ്. രണ്ടാമത്തത് സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചെറുത്തു. അത് ശരിയാണ്. മൂന്നാമത്തത് 1946 കോട്ടയത്ത് മാന്നാനത്ത് ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ചോദ്യം 59. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ AK ഗോപാലൻ അഥവാ AKG. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് AK ഗോപാലൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. അതുപോലെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് AKG ആണ്. ചോദ്യം 60. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടി, RK ഷൺമുഖം ചെട്ടി. ഇതിനെതിരായി നടന്ന പ്രക്ഷോഭമായിരുന്നു ഇലക്ട്രിസിറ്റി സമരം. ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശൂർ ജില്ലയിലാണ്. തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയായ ചന്ദ്രിക എന്ന കമ്പനിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു ഇലക്ട്രിസിറ്റി സമരം. അത് ഏത് ദിവാനെതിരെയായിരുന്നു? RK ഷൺമുഖം ചെട്ടിക്ക് എതിരെയായിരുന്നു. ചോദ്യം 61. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്, എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിന്റെ അളവാണ് വർദ്ധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ അളവാണ് വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നത്. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. തീ അണയ്ക്കാൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. എന്നാൽ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. എന്നാൽ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകമാണ് നൈട്രജൻ. ചോദ്യം 62. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കണ്ടൽ കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കല്ലേൽ പൊക്കുടൻ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അവിടെയാണ് സുന്ദരി വനങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കണ്ടൽ കാടുകളുള്ള സംസ്ഥാനമാണ് കേരളം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. ചോദ്യം 63. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യ കിരണം. ജന്മനാലുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതിയാണ് ആരോഗ്യ കിരണം. ചോദ്യം 64. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഏലയ്ക്ക. ചോദ്യം 65. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി. കുട്ടികളിൽ റിക്കറ്റ്സ്, അതിന് മലയാളമാണ് കണ, അതുണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി മൂലമാണ്. വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. കാൽസിഫെറോൾ എന്നതാണ് വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആണ്. വൈറ്റമിൻ A, D, E, K എന്നിവയാണ് ഫാറ്റ് സോലുബിൾ അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് A, D, E, K. എന്നാൽ വൈറ്റമിൻ ബിയും ബി കോംപ്ലക്സുകളും അതുപോലെ സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ. ഓപ്ഷനിൽ വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ. അതുപോലെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി അഥവാ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഒന്ന് നിശാന്തത, അതുപോലെ സിറോഫ്താൽമിയ. അടുത്തതാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് അസ്കോർബിക് ആസിഡ്. ഇനി വൈറ്റമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് സ്കർവിയാണ്. ഇത് തന്നെയാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം എന്നും അറിയപ്പെടുന്നത്. അടുത്തത് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫെറോൾ. ടോക്കോഫെറോൾ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ചോദ്യം 66. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി കാർസിനോജനുകൾ. കാർസിനോജനുകൾ എന്നാണ് ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ പൊതുവെ വിളിക്കുന്നത്. ലോക ക്യാൻസർ ദിനമാണ് ഫെബ്രുവരി 4. 2025 മുതൽ 27 വരെയുള്ള ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ചോദ്യം 67. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിന്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിന്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പാളി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ മെനിഞ്ചസ്.
മസ്തിഷ്കത്തെയും സുഷുമ്നയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന 3 പാളികളോട് കൂടിയ സ്ഥലമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കിടയിൽ കാണപ്പെടുന്ന ദ്രവമാണ് CSF അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇനി കുറച്ച് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമത്തേതാണ് ഹൃദയം. ഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ടപ്പാളി സ്ഥലമാണ് പെരികാർഡിയം. എന്നാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ടപ്പാളി സ്ഥലമാണ് പ്ലൂറ. എന്നാൽ നാഡീകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സംരക്ഷണ കവചമാണ് മൈലിൻ ഷീത്ത്. നാഡീകോശത്തിന്റെ ആക്സോണിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന കൊഴുപ്പ് നിർമ്മിതമായ ഒരു ഉറയാണ് ഏതെന്ന് പറയുന്നത്? മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ നിറം എന്ന് പറയുന്നത് തിളങ്ങുന്ന വെള്ള നിറമാണ്. ചോദ്യം 68. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചുകൊണ്ടു പോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ധമനികൾ. ചോദ്യം 69. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉൽപാദകരായി കണക്കാക്കപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഹരിത സസ്യങ്ങൾ. ചോദ്യം 70. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വില്ലൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിന്റെ നിറമെന്ന് പറയുന്നത് ഇളം നീല നിറമാണ്. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16-നാണ്. ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന പ്രധാന വാതകമാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ അഥവാ CFCs. ചോദ്യം 71. താഴെ കൊടുത്തിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം ഏതാണ്? താപശോഷക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തെ ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് താപശോഷക രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം. ഹരിത സസ്യങ്ങൾ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ സൂര്യപ്രകാശം എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഇലകളിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇതിൽ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് താപശോഷക പ്രവർത്തനം എന്ന് പറയുന്നത്. ചോദ്യം 72. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. ഇതിനുള്ള കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ചോദ്യം 73. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. ഇതിന് കാരണം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. ചോദ്യം 74. താഴെ പറയുന്നവയിൽ ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എപ്പോഴും ആൽക്കലികളാണ്. അപ്പോൾ ചുവടെ തന്നിട്ടുള്ളവയിൽ ഓപ്ഷനിലുള്ളത് വിനാഗിരി, നാരങ്ങാ നീര്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഇതിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് തന്നിട്ടുള്ളവയിൽ ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ആസിഡുകളാണ്. അപ്പം ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് എപ്പോഴും ആൽക്കലി ആയിരിക്കും. എന്നാൽ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് എപ്പോഴും ആസിഡുകളായിരിക്കും. ചോദ്യം 75. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി, കുറഞ്ഞ ദ്രവണാങ്കം. ചോദ്യം 76. തുരുമ്പ് പ്രധാനമായും എന്താണ്? ഉത്തരം അയൺ ഓക്സൈഡ്. തുരുമ്പ് പ്രധാനമായും അയൺ ഓക്സൈഡ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ അതിൻ്റെ ഭാരം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഭാരം കൂടുകയാണ് ചെയ്യുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ചോദ്യം 77. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ഒന്നാമത്തത് ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. രണ്ടാമത്തത് ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മൂന്നാമത്തത് ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ദ്രവ്യമാനം കുറയുന്നു. അത് തെറ്റാണ്. മൂന്നാമത്തത് ചന്ദ്രനിൽ ഒരു വസ്തുവിൻ്റെ ഭാരം കുറയുന്നു. അത് ശരിയാണ്. ചോദ്യം 78. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? ഉത്തരം വരുന്നത് കാർബൺ 14 അതുപോലെ കാർബൺ 12. ചോദ്യം 79. ഭൂമിയിൽ അന്തരീക്ഷം ഇല്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശത്തിൻ്റെ നിറം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, കറുപ്പ്. ചോദ്യം 80. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നതിന് കാരണം? ഉത്തരം ഓപ്ഷൻ ബി, അപവർത്തനം. ചോദ്യം 81. റൂട്ട് ഓഫ് 841ന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ, 29. ചോദ്യം 82. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 5.5. ചോദ്യം 83. ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഉത്തരം ഓപ്ഷൻ ബി, 182 km. ചോദ്യം 84. രണ്ട് സംഖ്യകളുടെ ഉത്സാഹ അഥവാ HCF 25ഉം ലസാഗു അഥവാ LCM 1500ഉമാണ്. ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 750.
ചോദ്യം 85 ചോദ്യം ബോർഡിലുണ്ട്. 6.5 ഗുണം 0.28 ഗുണം 0.5 ഡിവൈഡഡ് ബൈ 0.07 ഗുണം 0.13 ഗുണം 2.5ൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ബി 40. ചോദ്യം 86 35ൻ്റെ സ്ക്വയർ എത്ര? ഉത്തരം ഓപ്ഷൻ സി 1225. ചോദ്യം 87 ചോദ്യം ബോർഡിലുണ്ട്. 27 ഭാഗം 9 പ്ലസ് 6 ഗുണം 4 മൈനസ് 6 ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ സി 21. ചോദ്യം 88 3/4 അധികം 1/6 ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ എ 11/12. ചോദ്യം 89 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഉത്തരം ഓപ്ഷൻ ബി 1725 രൂപയ്ക്ക് വിൽക്കണം. ചോദ്യം 90 18 90 108 എന്നീ സംഖ്യകളുടെ ഉസാഖ എത്ര? ഉത്തരം ഓപ്ഷൻ സി 18. ചോദ്യം 91 ഒറ്റയാനെ കണ്ടെത്തുക. 343 433 341 431 ഉത്തരം ഓപ്ഷൻ എ 343. ചോദ്യം 92 2x+1 സമം 1024 ആയാൽ എക്സിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 9. ചോദ്യം 93 അടുത്ത പദം കണ്ടെത്തുക. BEG അടുത്ത ജോഡി JMO അടുത്തത് RUW അടുത്ത ജോഡി വരുന്നത് ഓപ്ഷൻ സി ZCE. ചോദ്യം 94 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഉത്തരം ഓപ്ഷൻ ബി 600. ചോദ്യം 95 രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 96 ആയാൽ ചെറിയ സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ എ 16. ചോദ്യം 96 ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ക്ലാസ്സിലെ ശരാശരി വയസ്സ് 2 കൂടും എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ സി 54. ചോദ്യം 97 1 2 4 എക്സെട്ര എന്ന ശ്രേണിയിലെ 10ാം പദം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 512. ചോദ്യം 98 താഴെ കൊടുത്തിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുതേത്? 2/5 7/10 3/4 2/1 ഉത്തരം ഓപ്ഷൻ ബി 2/5. ചോദ്യം 99 ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 25ാമതും ആണെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 32. ചോദ്യം 100 പ്ലസ് എന്നത് ഡിവിഷനെയും മൈനസ് എന്നത് ഗുണനത്തെയും ഗുണനം എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 100 പ്ലസ് 10 മൈനസ് 20 ഗുണം 5 ഇതിൻ്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ ഡി 205. അപ്പോൾ ഓഗസ്റ്റ് 1 നടന്ന 10th ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സ്റ്റേജ് 4 100 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വായിച്ചത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്തൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.